നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവിനെ ഇടം കൊടുക്കാനായി ഹൃദയം തുറന്നു വേണം പ്രാർത്ഥിക്കേണ്ടതെന്നും ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ ജീവിതം മാറിമറിയുമെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. യേശു പഠിപ്പിച്ചതുപോലെ പ്രത്യാശയുടെ തീർത്ഥാടകരുടെ പ്രാർത്ഥന എന്ന പേരിൽ സെന്റ് പോൾ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിനെഴുതിയ അവതാരികയിലാണ് പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് പാപ്പ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയെക്കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറില്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യേശുക്രിസ്തുവിനെതിരെയും ക്രൈസ്തവ സമൂഹത്തിനുമെതിരെയും ഭാരതീയ ജനതാ പാർട്ടി നിയമസഭാ അംഗം രേമുനി ഭഗത് നടത്തിയ പ്രസ്താവനയിൽ ഛത്തീസ്ഗഡിൽ വ്യാപക പ്രതിഷേധം. രേമുനി ഭഗത്തിനെതിരെ പ്രതിഷേധ സൂചകമായി മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയാണ് ക്രൈസ്തവർ പ്രതിഷേധിച്ചത്. സെപ്റ്റംബർ 1 ദേഗ്നി ഗ്രാമത്തിൽ നടന്ന പരിപാടിക്കിടെ ഭഗത് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായാണ് പ്രതിഷേധമെന്ന് ക്രിസ്ത്യൻ ആദിവാസി മഹാസഭയുടെ പ്രസിഡന്റ് അനിൽ കുമാർ കിസ്പോട്ടെ പറഞ്ഞു. സമാധാനപരമായ പ്രതിഷേധം നടത്തിയിട്ടും നടപടിയുണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം നടത്തി പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജോൺ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നാശം വിതച്ച മെക്സിക്കൻ സംസ്ഥാനമായ ഗൊറേറോയിലെ തെരുവുകളിലൂടെ ദൈവമാതാവിന്റെ രൂപവുമായി പ്രദക്ഷിണം നടത്തി. സെപ്റ്റംബർ 23 തിങ്കളാഴ്ച ഗൊറേറോ തീരത്ത് വീശിയടിച്ച ജോൺ ചുഴലിക്കാറ്റ് തെക്കു പടിഞ്ഞാറൻ മെക്സിക്കോയിൽ കനത്ത നാശം വിതച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രദക്ഷിണം നടത്തിയത്. 16-ാം നൂറ്റാണ്ട് മുതൽ ടിക്സ്റ്റലയിൽ മരിയൻ തീർത്ഥാടനം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടേക്ക് എത്താറുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് തെക്കൻ ലെബനോനിലെ 3 ഗ്രാമങ്ങളിലെ 9000 ക്രിസ്ത്യാനികൾ അപകടത്തിലാണെന്ന് കത്തോലിക്ക സന്യാസിനിയുടെ വെളിപ്പെടുത്തൽ. സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേരി സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ മായയാണ് പ്രദേശത്തെ ക്രൈസ്തവർ അനുഭവിക്കുന്ന ദുരിതാവസ്ഥകൾ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്ഥിതി ഭയാനകമാണെന്നും ക്രൈസ്തവർ നിരന്തരമായ അപകടത്തിലാണെന്നും എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് പൊന്തിഫിക്കൽ ഫൗണ്ടേഷന് നൽകിയ അഭിമുഖത്തിൽ സിസ്റ്റർ വെളിപ്പെടുത്തി. നൈജീരിയയിലെ കടുന സംസ്ഥാനത്ത് സെപ്റ്റംബർ 29 ഉണ്ടായ ആക്രമണത്തിൽ 2 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ഫുലാനി തീവ്രവാദികൾ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ വെളിപ്പെടുത്തി. കൗറു കൗണ്ടിയിലെ ക്രിസ്ത്യൻ സമൂഹമായ ബെക്കിൻകോഗിയിലെ കൃഷിയിടത്തിൽ വിളകൾ പരിശോധിക്കാൻ പോയ സഹോദരങ്ങളായ റയൻഡ് തിമോത്തിയും ജെയിംസ് തിയോത്തിയുമാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കടുന സ്റ്റേറ്റ് പോലീസ് കമാൻഡിന്റെ വക്താവ് മൻസീർ ഹസൻ പറഞ്ഞു. ഇതോടുകൂടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.